ഫുട്ബോൾ ലോകത്ത് ചില കളിക്കാരെ അവരുടെ ഗോൾ വേട്ടയുടെ പേരിലാവും ആളുകൾ ഓർക്കും. എന്നാൽ ചിലരുണ്ട് അവരുടെ പോരാട്ടവീര്യം കൊണ്ടും പതറാത്ത മനസ്സുകൊണ്ടും ഒരു തലമുറയുടെ തന്നെ അടയാളമായി മാറിയവർ. യുദ്ധക്കെടുതികളിൽ നിന്ന് സ്വന്തം നാട് വിട്ട് അഭയാർത്ഥിയായി ജീവനു വേണ്ടി ഓടിയ ഒരു കൊച്ചുപയ്യൻ പിന്നീട് റയൽ മാഡ്രിഡിന്റെയും ക്രൊയേഷ്യയുടെയും മധ്യനിരയെ നിയന്ത്രിച്ച് ലോക ഫുട്ബോളിലെ ഇതിഹാസങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ആ മാന്ത്രികന്റെ പേരാണ് ലൂക്ക മോഡ്രിച്ച്. 1985 സെപ്റ്റംബർ 9 മുൻ യൂഗോസ്ലാവിയയിലെ മോഡ്രിസി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ലൂക്ക മോഡ്രിച്ച് ജനിച്ചത്. സമാധാനപരമായിരുന്ന ആ കുട്ടിക്കാലം അധിക നാൾ നീണ്ടുനിന്നില്ല. 1991 ബോസ്നിയൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ മോഡ്രിച്ചിന്റെ ജീവിതം മാറിമറിഞ്ഞു. അവന് വെറും 6 വയസ്സുള്ളപ്പോഴാണ് ക്രൂരരായ സൈനികർ അവന്റെ മുത്തശ്ശനെ വെടിവെച്ചു കൊന്നത്. കുടുംബവീട് കത്തിയമർന്നു. അതോടെ അവർ സ്വന്തം നാടുവിട്ട് അഭയാർത്ഥികളായി ഒരു ഹോട്ടലിൽ ചേക്കേറേണ്ടി വന്നു. കനത്ത ഷെല്ലാക്രമണങ്ങളുടെയും വെടിയൊച്ചകളുടെയും നടുവിലാണ് മോഡ്രിച്ച് വളർന്നത്. പക്ഷേ ആ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ഫുട്ബോളായിരുന്നു അവന്റെ ഏക ആശ്വാസം. അഭയാർത്ഥി ക്യാമ്പിലെ ഇടിഞ്ഞുപൊളിഞ്ഞ തെരുവുകളിലും പാർക്കിംഗ് ഏരിയകളിലും അവൻ പന്ത് തട്ടി നടന്നു. അവന് പാകമല്ലാത്ത വലിയ ഷൂസുകൾ ധരിച്ചും ഷെല്ലാക്രമണങ്ങളെ ഭയന്നുമാണ് അവൻ തന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകിയത്. പിന്നീട് പ്രാദേശിക ക്ലബ്ബുകൾ അദ്ദേഹത്തിന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞെങ്കിലും ഫിസിക്കൽ ഫിറ്റ്നസ് കുറവാണെന്ന കാരണം പറഞ്ഞ് പല വലിയ ക്ലബ്ബുകളും മോഡ്രിച്ചിനെ തള്ളിക്കളഞ്ഞു. എന്നാൽ തന്റെ അർപ്പണബോധം കൊണ്ട് അദ്ദേഹം ഡൈനാമോ സാബ്രഗ് എന്ന ക്ലബിൽ ഇടം നേടി. അവിടെ നടത്തിയ തകർപ്പൻ പ്രകടനങ്ങൾ അദ്ദേഹത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെത്തിച്ചു. 2008 മുതൽ 2012 കാലയളവിൽ ടോട്ടൻഹാമിനു വേണ്ടി മികച്ച പ്രകടനം നടത്തിയ അദ്ദേഹം 127 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്നായി 13 ഗോളുകളും 15 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ക്ലബിനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടുന്നതിലും മോഡ്രിച്ച് നിർണായക പങ്കുവഹിച്ചു. ടോട്ടൻഹാം ഹോട്ട്സ്പിയറിനായി മിഡ്ഫീൽഡിലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച മോഡ്രിച്ചിനെ തേടി ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നായ റയൽ മാഡ്രിഡ് എത്തി. ജോസ് മോറിഞ്ഞോയുടെ കീഴിൽ 30 ദശലക്ഷം യൂറോക്കാണ് മോഡ്രിച്ച് റയൽ മാഡ്രിഡിൽ എത്തിയത്. തുടക്കത്തിൽ ആരാധകരും സ്പാനിഷ് മാധ്യമങ്ങളും സംശയത്തോടെ നോക്കിക്കണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം അവരുടെ മിഡ്ഫീൽഡിന്റെ അവിഭാജ്യ ഘടകമായി മാറി. ടോണി ക്രൂസിനും കാസെമീറോക്കും ഒപ്പം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് ത്രയങ്ങളിലൊന്നായി അദ്ദേഹം മാറി. റയൽ മാഡ്രിഡിന്റെ മധ്യനിരയിലെ ബ്രെയിൻ ആയിരുന്നു മോഡ്രിച്ച്. 2012 ടോട്ടൻഹാമിൽ നിന്ന് സാന്റിയാഗോ ബെർണാബ്യൂവിലേക്ക് എത്തിയ അദ്ദേഹം ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ താരങ്ങളിൽ ഒരാളായി മാറിയാണ് പടിയിറങ്ങിയത്. റയൽ മാഡ്രിഡ് വിട്ടതിനു ശേഷം 2025 ജൂലൈയിലാണ് മോഡ്രിച്ച് മിലാനിൽ എത്തിയത്. ടോട്ടൻഹാമിൽ കളിച്ചിരുന്ന കാലത്ത് അണിഞ്ഞിരുന്ന 14 നമ്പർ ജേഴ്സിയാണ് അദ്ദേഹം മിലാനിലും തിരഞ്ഞെടുത്തത്. ഡച്ച് ഇതിഹാസം യോഹാൻ ക്രൈഫിനുള്ള ആദരവായിട്ടാണ് അദ്ദേഹം ഈ നമ്പർ നിലനിർത്തിയത്. ക്ലബ് ഫുട്ബോളിനേക്കാൾ മോഡ്രിച്ചിന്റെ നെഞ്ചോട് ചേർന്ന് നിന്നത് സ്വന്തം രാജ്യമായിരുന്നു. തന്റെ രാജ്യത്തെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം. 2018 റഷ്യൻ ലോകകപ്പ് ഫുട്ബോൾ ലോകം അന്ന് അത്ഭുതത്തോടെയാണ് ക്രൊയേഷ്യയെ നോക്കിയത്. അർജന്റീനയും മറ്റ് വമ്പന്മാരെയും വീഴ്ത്തി ഒറ്റയാൾ പോരാട്ടത്തിലൂടെ മോഡ്രിച്ച് ക്രൊയേഷ്യയെ ലോകകപ്പ് ഫൈനലിലേക്ക് നയിച്ചു. കിരീടം നഷ്ടമായെങ്കിലും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം കീഴടക്കാൻ ആ ഒറ്റ മുന്നേറ്റത്തിന് കഴിഞ്ഞു. ആ ലോകകപ്പിലെ ബെസ്റ്റ് പ്ലെയർക്കുള്ള ഗോൾഡൻ ബോളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. തുടർന്ന് 2022 ഖത്തർ ലോകകപ്പിലും ക്രൊയേഷ്യയെ 3-ാം സ്ഥാനത്ത് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2026 വേൾഡ് കപ്പിൽ 40-ാം വയസ്സിൽ ബൂട്ടണിഞ്ഞ മോഡ്രിച്ച് തന്റെ കരിയറിലെ 5-ാമത്തെ ലോകകപ്പിലാണ് കളിച്ചത്. ഏറ്റവും കൂടുതൽ ലോകകപ്പുകൾ കഴിച്ച എലൈറ്റ് താരങ്ങളുടെ നിരയിലേക്കാണ് അദ്ദേഹം ഇതിലൂടെ എത്തിയത്. പുതിയ ഫോർമാറ്റിലുള്ള ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32-ൽ പോർച്ചുഗലിനെതിരെയാണ് ക്രൊയേഷ്യയുടെ പോരാട്ടം അവസാനിച്ചത്. ആവേശകരമായ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് പോർച്ചുഗലിനോട് പരാജയപ്പെട്ട് അവർ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയായിരുന്നു. പ്രായം തളർത്താത്ത പോരാട്ട വീര്യത്തോടെ മധ്യനിരയിൽ കളിമനഞ്ഞ ലൂക്ക മോഡ്രിച്ച് ലോകകപ്പ് ചരിത്രത്തിൽ തന്റെ പേര് ഒരിക്കൽ കൂടി സ്വർണ്ണലിപികളിൽ എഴുതിച്ചേർത്താണ് 2026-ൽ വിടവാങ്ങിയത്. ലൂക്ക മോഡ്രിച്ച് നേടിയ ഗോൾ നേട്ടങ്ങൾ ഏതൊരു ഫുട്ബോളറും കൊതിക്കുന്നവയാണ്. ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും വർഷങ്ങളായുള്ള ആധിപത്യം തകർത്ത് 2018-ലെ ബാലൻഡിയോർ അദ്ദേഹം സ്വന്തമാക്കി. റയൽ മാഡ്രിഡിനൊപ്പം റെക്കോർഡ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 2017-ൽ യുവേഫ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ്, 2018-ൽ ഫിഫ ബെസ്റ്റ് പ്ലെയർ അവാർഡ്, 2019-ൽ ഗോൾഡൻ ഫൂട്ട്. ക്രൊയേഷ്യക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം. ചരിത്രത്തിൽ പലരും വന്നിട്ടുണ്ട്, ഗോളുകൾ അടിച്ചുകൂട്ടിയവർ, കിരീടങ്ങൾ ചൂടിയവർ. എന്നാൽ ഫുട്ബോളിനെ ഇത്രത്തോളം മനോഹരമായി ഇത്രയധികം ആത്മാവോടെ കളിച്ചവർ അപൂർവമാണ്. ഫുട്ബോൾ ചരിത്രം എഴുതപ്പെടുമ്പോൾ വിശ്വപ്രസിദ്ധരായ ഒട്ടനവധി താരങ്ങൾക്കിടയിൽ തലയെടുപ്പോടെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരുടെ പട്ടികയിൽ ലൂക്ക മോഡ്രിച്ചിന്റെ പേർ സുവർണ ലിപികളിൽ എക്കാലവും തിളങ്ങി നിൽക്കും. യുദ്ധക്കെടുതികളിൽ നിന്ന് അഭയാർത്ഥിയായി ജീവനു വേണ്ടി ഓടിയ ആ കൊച്ചുകുട്ടി ഇന്ന് ലോക ഫുട്ബോളിന്റെ നെറുകയിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. പ്രതിസന്ധികൾ എത്ര കഠിനമാണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ
എത്ര വലിയതാണെങ്കിലും കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിജയം നിങ്ങളെ തേടിയെത്തുമെന്നാണ് ലൂക്ക മോഡ്രിച്ച് എന്ന മാന്ത്രികൻ തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുന്നത്. ഇതിഹാസങ്ങളുടെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു താരത്തിന്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.